നമ്മുടെ ഉത്തർപ്രദേശിലെ ഡൊമരിയാഗഞ്ചിലെ രാഘവേന്ദ്ര പ്രതാപ് സിംഗ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം അവിടെ കൂടിയിരിക്കുന്ന ഹൈന്ദവരായ സഹോദരന്മാരോട് പറയുകയാണ്, നിങ്ങൾ മുസ്ലിം പെൺകുട്ടികളെ കൊണ്ടുവരൂ, ജോലി നേടൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വളരെ പെട്ടെന്ന് നിങ്ങൾ മുസ്ലിം പെൺകുട്ടികളെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ജോലി തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്തൊരു ജിഹാദാണെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. അണ്ണാ, അങ്ങനെ പെൺകുട്ടികളെ വ്യാപകമായി കിട്ടാൻ പാടാ. കിട്ടിയ 3-4 പേരെ പെൺകുട്ടികളായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? എന്തെങ്കിലും രീതിയിൽ വകുപ്പ് മാറ്റിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത്. ഞങ്ങളുടെ ഇവിടുന്ന് ഫക്രുദ്ദീനുണ്ട്, പിന്നെ സലാമുണ്ട്, പിന്നെ ഈ പറയുന്ന പല ആളുകളും ആ ഗണത്തിൽപ്പെടുന്നവരങ്ങോട്ട് വന്നിട്ടുണ്ട്. അവരെ ആരെയെങ്കിലും തൽക്കാലം ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കാരണം ഇത് മൊത്തത്തിൽ കിട്ടാൻ പാടാ. ഈ സാധാരണ കിട്ടണമെങ്കിൽ എന്തോ വേണം, വൃത്തിഹീനമായ ഒരു സ്ഥലത്തുനിന്ന് വൃത്തിയുള്ള ഒരു സ്ഥലത്തേക്ക് വരണം. പക്ഷേ അങ്ങനെ ഈ നിൽക്കുന്നവർക്ക് തോന്നണ്ടേ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനേക്കാൾ വൃത്തിയാണ് അപ്പുറത്ത് ചെന്നാലെന്ന്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കർണാടകയിലും ആസാമിലും ഇവിടെ 3-4 സ്ഥലങ്ങളിലെ ഒരു എന്താ പറയുന്ന വളരെ സവിശേഷമായ ഒരു ഉത്സവം കണ്ടു. ആ ഉത്സവം ഈ ദീപാവലിയുടെ 4-ാം നാളെങ്ങാണ്ടാണ് നടത്തുന്നത്. ഒരു ദൈവം ചാണകത്തിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞിട്ട് ചാണകം ലോഡ് കണക്കിന് കൊണ്ടുവന്ന് ഉണ്ട ഉരുട്ടി തലയിൽ വെച്ച് അതിനകത്ത് കിടന്ന് കുഴഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കുറേ വാരി തിന്ന് കുറച്ച് മൂത്രവും കുടിച്ച് അങ്ങനെയൊക്കെയാണ് ആ ഉത്സവം. അപ്പോൾ അതൊക്കെ കാണുന്ന ആരെങ്കിലും അങ്ങോട്ട് വരാൻ തയ്യാറാവുമോ? ഒരു വൃത്തി വേണം, വെടിപ്പ് വേണം, മെന വേണം, ഇങ്ങനെയൊക്കെ വിചാരിക്കൂലേ? ഏതായാലും പുള്ളിയുടെ പ്രസംഗത്തെ ഒരു ദേശീയതയുടെ അടയാളമായി മാത്രമേ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ പരിഗണിക്കപ്പെടുകയുള്ളൂ. ഇത് കേട്ട് ആരും നടുങ്ങില്ല, വീഡിയോകളൊന്നും ചെയ്യൂല, ചാനലുകളൊന്നും വലിയ ഗൗരവമായിട്ട് എടുക്കില്ല. കാരണം ഇപ്പോൾ അതൊന്നും ഒരു പുതുമയല്ല. ഈ ന്യൂ നോർമൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ന്യൂ നോർമൽ സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ ഈ പറയുന്ന ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല, ആരും പൊട്ടിത്തെറിക്കത്തില്ല. നമ്മുടെ നിങ്ങളിന്ന് വേണമെങ്കിൽ പോയി നോക്കൂ, നമ്മുടെ പണിക്കരുടെ പേജിൽ എന്തെങ്കിലും പോസ്റ്റ് കാണുമോയെന്ന് നോക്കൂ, നമ്മുടെ ABC ചാനലിൽ എന്തെങ്കിലും ചർച്ച കാണുമോയെന്ന് നോക്കൂ, ജയശങ്കർ വക്കീലും എല്ലാം പറഞ്ഞിങ്ങനെ ചിരിക്കുമോയെന്ന് നോക്കിയേ. ഇതൊക്കെ കേട്ട് ചിരിക്കത്തൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അവരൊക്കെ വളരെ നിശബ്ദമായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഇന്ത്യ എന്നൊരു ആശയം രൂപപ്പെടുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അവരുള്ളത്. പക്ഷെ ഒരു കാര്യമുണ്ട്, തെറ്റിപ്പോകുന്ന എവിടെയാണെന്നറിയോ? അറുത്തിട്ടാൽ പോലും ഇതിൽ നിന്ന് മാറാത്ത ഒരു വലിയ സമൂഹം വിശ്വാസത്തിലും അതിൻ്റെ കണ്ടൻറ്റിലും അതിൻ്റെ ബോധ്യത്തിലും ഉറച്ചു നിൽക്കുകയല്ലേ. ഇല്ല, പണ്ടാരാണ്ട് പറയൂലേ, ഇതിനേക്കാൾ വലിയ വെള്ളിയാഴ്ച വന്നിട്ട് വാപ്പ പള്ളിയിൽ പോയില്ല, പിന്നല്ലയോ ഈ സുന്നത്ത് നോയമ്പിനെന്ന് പറയുന്ന പോലെ. ഇതെല്ലാം സംഭവിച്ചാലും നിങ്ങൾക്ക് കാശ് കൊടുത്ത് വിലക്കെടുക്കാൻ കഴിയുന്നവർ കാണും, ഭയപ്പെടുത്തി ചുരുട്ടാൻ കഴിയുന്നവർ കാണും, നിശബ്ദമാക്കാൻ കഴിയുന്നവർ കാണും, ചിലപ്പോൾ വേറെന്തെങ്കിലും തരത്തിലൊക്കെ മാറ്റാൻ കഴിയുന്നവർ കാണും. പക്ഷേ അതിലൊന്നും കീഴടങ്ങാത്ത ഉറച്ച വിശ്വാസത്തിൻ്റെ അതിൻ്റെ ഒരു മാതൃക അങ്ങ് ഏറ്റവും മുകളിലുള്ള നിങ്ങൾ സമ്പന്നതയുടെ സമ്പന്നനായി കാണുന്ന യൂസുഫ് അലിയുടെ വാക്കുകൾ മുതൽ ഇങ്ങ് താഴേക്ക് വന്നാൽ വ്യത്യസ്ത തലത്തിലുമുള്ള സാധാരണക്കാരനായ ചെറിയ വരുമാനക്കാരൻ, താഴേക്കെന്ന് പറഞ്ഞുകൂടാ, തുല്യത തന്നെയാണ് എങ്കിൽ പോലും അങ്ങനെയുള്ളവരിൽ വരെ കാണാം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ നൗഷാദ് എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ഒരു പ്രളയകാലത്ത് തൻ്റെ തുണിയും വസ്ത്രങ്ങളുമെല്ലാം വാരി പാവപ്പെട്ടവർക്ക് കൊടുക്കാനായി വിതരണം ചെയ്ത ഒരു നൗഷാദുണ്ട്. ഈ നൗഷാദ് ഞാൻ എറണാകുളത്ത് വെച്ച് കണ്ടിരുന്നു. 2 ദിവസമായി ഞാൻ നൗഷാദിൻ്റെ നമ്പർ എൻ്റെ ഫോണിൽ തിരയുകയാണ്, എനിക്ക് കിട്ടുന്നില്ല. ഏതായാലും ആ നൗഷാദിനോട് കഴിഞ്ഞ ദിവസം വെള്ളം കയറിയപ്പോൾ ഒരുപാട് ആളുകൾ കാണാൻ ചെന്നു. അപ്പോൾ കാണാൻ ചെന്നപ്പോൾ ഈ പറയുന്ന നൗഷാദിനോട് അതിൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ചും ദുരിതങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞപ്പോൾ നൗഷാദ് പറയുന്നൊരു മറുപടിയുണ്ട്. ചിലപ്പോൾ ഈ നമ്മുടെ സമൂഹത്തിലെ വളരെ പന്നന്മാർ എന്ന് പറയുന്നവർക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾക്ക് പോലും ഇല്ലാത്തത്രയും ഉൾക്കരുത്തും കഴിവും ഒക്കെ ഉണ്ട്. അന്നേരമാണ് ഇയാൾ അവിടെ നിന്നുകൊണ്ട് 10 പെണ്ണുങ്ങൾ കഴിഞ്ഞ് പിടിച്ചുകൊണ്ട് പോവുക, 10 പെണ്ണുങ്ങൾ കഴിഞ്ഞ് പിടിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത്. ഇയാളെയൊക്കെ ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഇവിടുത്തെങ്ങാനും ശാഖയിലോട്ട് കിട്ടിയാൽ ഇയാളെ ഒരു റെഡിയാക്കി കളയുന്ന ആളുകളാണ് നിൽക്കുന്നത്. അപ്പോഴാണ്
വെള്ളം മുഴുവൻ കടയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ അദ്ദേഹം നീക്കം ചെയ്യുന്ന തിരക്കിലാണ്. വസ്ത്രങ്ങൾ മുഴുവനും വെള്ളത്തിൽ ഏതാണ്ട് തന്നെ മുങ്ങി, പലതും ഉണക്കുന്നതൊക്കെ തന്നെയുള്ള തിരക്കിലാണ് അദ്ദേഹം ഇപ്പോൾ. അതായത് കഴിഞ്ഞ ശനിയാഴ്ച ഞാനിപ്പോൾ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ മക്കത്തായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ഒരു മഴ, നല്ലൊരു ശക്തമായ മഴ പെയ്ത് നമ്മളെ കടയിൽ ഒരു മുട്ടോളം വെള്ളം ഉണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ നനഞ്ഞ് കുറേയൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ടേക്കണം. മോളുടെ വീട്ടിൽ ഉണക്കിക്കൊണ്ടിരിക്കണാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി കയറിയിട്ടൊരു 1.5 മാസം ഉണക്കാൻ വേണ്ടി തന്നെ വന്ന് പല സ്ഥലങ്ങളിലോട്ട് ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതാ വണ്ടീൻ്റെ മുകളിലും അവിടെയൊക്കെ കട്ടിലൊക്കെ വിരിച്ച് ഒക്കെ ഇട്ട് ഉണക്കി കൊണ്ടിരിക്കുന്നതാണ്. വെള്ളക്കെട്ടിന് ഒരു പരിഹാരം കാണണമെന്നാണ് നിങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്? വെള്ളക്കെട്ടിന് അതായത് മേഘവിസ്ഫോടനം എന്നുള്ള ഒരു മഴയാണ് വരുന്നത്. അത് ഭയങ്കര ശക്തമായിട്ടുള്ളതാണ്. ആ മഴ വരുമ്പോഴാണ് ഇവിടെ വെള്ളം കയറുന്നത്. ഇപ്പോൾ വന്നിട്ട് റെസ്റ്റ് എടുത്തില്ല, വന്നപാട് കടയിലേക്കാ വന്നത്. ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ വെള്ളം കയറി ആകെ വസ്ത്രങ്ങൾ മുഴുവൻ അല്ലേ വെള്ളത്തിൽ കുതിർന്ന് അത് എല്ലാം കളറ് പിടിക്കണൊക്കെ ഒരുപാട് വസ്ത്രങ്ങളൊക്കെ അങ്ങനെ കുറെ പോയിട്ടുണ്ട്. നമുക്കിതിൽ സങ്കടപ്പെടാനോ ഒന്നിനും അതിൻ്റെ ആവശ്യമില്ല, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോഴും ഞാൻ പറഞ്ഞ അൽഹംദുലില്ലാ എന്നാണ് പറഞ്ഞത്. എല്ലാം ദൈവത്തിന് സ്തുതി. ഇതിലും വലുതായിട്ട് നഷ്ടപ്പെടണമെങ്കിൽ എന്തായാലും കുറെ സാധനങ്ങളൊക്കെ വാങ്ങി, അത്രേ ഉള്ളൂ. ഇതിനി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഇതിന് ഇതാണ് മറുപടി. ഇത്രയും വെള്ളത്തിൽ മുങ്ങിപ്പോയപ്പോൾ അൽഹംദുലില്ലാ, അള്ളാഹു എനിക്ക് തന്നതാണ്, അതിൽ നഷ്ടപ്പെടാനൊന്നുമില്ല, ഇതിൽ കൂടുതൽ നഷ്ടപ്പെട്ടെങ്കിലോ എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ ആ വിശ്വാസ ദൃഢതയുള്ള സമൂഹത്തിലാണ് യവൻ 5-6 പേരെ ഇഞ്ഞ് പിടിച്ചുകൊണ്ട് ആ ജോലി തരാമെന്ന് പറയുന്നത്. കൊന്നുകളയാനൊക്കും, പീഡിപ്പിക്കാനൊക്കും, ബോംബിടാനൊക്കും, വെട്ടിക്കൊല്ലാനൊക്കും ഒക്കെ ഒക്കും. പിന്നെ ഒറ്റയ്ക്കോ ഒക്കെ ഒരു നുസ്രത്ത് ജഹാനോ അല്ലെങ്കിൽ ജാമിദയോ അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന 5-6 പേരുകാരെ എവിടുന്നെങ്കിലുമൊക്കെ നുള്ളിപ്പറക്കാൻ കിട്ടിയെന്ന് വന്നേക്കും. അതൊക്കെ എല്ലായിടത്തും കാണും. പക്ഷേ മറ്റു ചിലയിടത്തെ പോലെ വൃത്തിയിലോ വെടുപ്പിലോ മെനയിലോ വിശ്വാസത്തിലോ ഒരു ചാഞ്ചല്യവും ഇല്ല. അങ്ങനെ ചാഞ്ചല്യപ്പെടേണ്ട കാര്യമില്ല. അത്ര ബലമുള്ള വിശ്വാസം ദൃഢമായുണ്ട്. അതുകൊണ്ടാണ് പലയിടത്തും അത്തരമൊരവസ്ഥ വരുമ്പോൾ പോരാടി ചിലപ്പം ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും അതിൽ നിന്ന് അണുവിട മാറാതെ നിൽക്കുന്നത്. കണ്ടില്ലേ ഫലസ്തീൻ, കണ്ടില്ലേ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ. അവിടെ കാണാമെന്ന കപ്പലിൻ്റെ ക്യാപ്റ്റൻ വേറൊരു മതം സ്വീകരിച്ചു. അവരുടെ ആവേശം കണ്ടിട്ട് സ്വന്തം മതത്തിൽ നിന്ന് മാറി ഈ ഇരകളുടെ മതം സ്വീകരിച്ച് മടങ്ങിയ കാലത്താണ് യവൻ വിളിക്കുന്നത്. യവനിതിനൊക്കെ പറയാൻ കാരണം യവന് അമ്മയെന്നോ പെങ്ങളെന്നോ അല്ലെങ്കിൽ അവൻ്റെ അമ്മയെന്നോ അവൻ്റെ പെൺമക്കളെന്നോ ഭാര്യയെന്നോ ഒന്നുമുള്ള ഒരു നിലവാരവും കാണില്ല. അവനിങ്ങനെയൊക്കെ എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ കൊടുത്തോ അല്ലെങ്കിൽ പിടിച്ചോ അല്ലെങ്കിൽ വാങ്ങിയോ ഒക്കെ ആയിരിക്കും ഈ സ്ഥാനങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ടാകുക. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തർ ജീവിക്കുന്ന സാഹചര്യങ്ങളാണല്ലോ ഓരോരുത്തരെ വിലയിരുത്തലിന് പ്രേരിപ്പിക്കുന്നത്.